ഗുഡ് മോർണിംഗ്. അപ്പൊ സെബുവിലെ മൂന്നാമത്തെ പ്രഭാതമാണ്. രാവിലെ സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. അടുത്ത സിറ്റിയിൽ മോൾബോളിലേക്ക് പോകണം. അതുകൊണ്ട് രാവിലെ വന്ന് നല്ല കാര്യമായ ബുഫേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഈ ലഗേജെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് തൽക്കാലം വലിയ ലഗേജൊക്കെ ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ മാത്രം എടുത്തുകൊണ്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ സെബുവിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറയുന്നു. അപ്പോൾ സ്കൂട്ടർ റെഡി. അതുകൊണ്ട് നമ്മൾ വലിയ പെട്ടിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ചെറുതായിട്ട് 2 ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രം ബോക്സിലും സീറ്റിൻ്റെ അടിയിലത്തെ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് വെച്ചേക്കുവാണ്. റെഡി ടു ഗോ. ടയറൊക്കെ ആണെന്ന് നോക്കി ഫ്രണ്ടിലും. മോൾബോൾ ഐലൻഡല്ല, മോൾബോൾ സൗത്ത് സെബു മോൾബോളിലേക്ക് പോകണം. അപ്പോൾ ഇന്ന് രാത്രി നാളെ രാത്രി അവിടെയാണ് താമസിക്കുന്നത്. അവിടെ കുറച്ച് സ്നോർക്കലിങ്ങും സാർഡൈൻ കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പ് പ്രകാരം 88 കിലോമീറ്റർ 2.5 മണിക്കൂറാണ് കാണിക്കുന്നത്. നമ്മൾ പതുക്കെ റിലാക്സ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു 3 മണിക്കൂർ ആവുമായിരിക്കും. അപ്പം ഇടയ്ക്ക് ഒരു കോഫി ബ്രേക്ക് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ലഞ്ച് മോൾബോളിലെത്തിട്ട് കഴിച്ചാൽ മതിയായിരിക്കും. ആൾക്കാർ ചില സ്ലോ ആയിട്ടാണ് പോകുന്നത്. മോട്ടോർ സൈക്കിളിൽ എത്ര പേരാണ് പോകുന്നത്? മോട്ടോർ സൈക്കിളിൽ 1 2 3 4 6 പേരാണ്. മോട്ടോർ സൈക്കിൾ 100cc എഞ്ചിനിൽ 6 പേരെ വെച്ചെന്നാണ് പോകുന്നത്. അതാണ് ഇംപ്രവൈസേഷൻ. ഇവിടെ എടുക്കാം. അപ്പം നമ്മളെത്ര ഒരു 38 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പം നല്ലൊരു റോഡ് സൈഡ് ഒരു കഫേ കണ്ടു. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ടാവാം എന്ന് വിചാരിച്ച് നിർത്തിയതാണ്. കോഫി കുടിച്ചാൽ ക്ഷീണം മാറിക്കോളും. എന്നാ കോഫി ഉള്ളതെന്ന് ചോദിക്കും. നല്ല കഫേയാണ് കണ്ടിട്ട്. നമുക്ക് ഒരു കോഫി കുടിച്ചേക്കാം. മാച്ച അപ്പം ഒരു മാച്ച കോൾഡും ഒരു മോക്ക ഹോട്ടും പറഞ്ഞിരിക്കുകയാണ്. കാപ്പി കുടിച്ചിട്ട് യാത്ര തുടങ്ങാം. മാച്ച എത്തി. പക്ഷേ നമ്മുടെ മോക്ക വന്നില്ല. മാച്ചയാണ് ആദ്യം വന്നത്. മോക്ക ചൂടാക്കാൻ വെച്ചേക്കാൻ തോന്നുന്നു. അപ്പം മാച്ച ചായക്കടുത്തത് മോക്ക കോഫി അതും എത്തി. അപ്പം അതും കുടിക്കാം.
അപ്പം നമ്മളിങ്ങനെ മല കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ബീച്ച് സൈഡ് വന്നു. ബീച്ചിനടുത്ത് തന്നെയാണ് മലനിരകളും ഉള്ളത്. ആ കാണുന്നതാണ് കടൽ. ഇവിടെ നിന്ന് 25 കിലോമീറ്ററോടെ ഉള്ളൂ നമുക്ക് ഡെസ്റ്റിനേഷൻ. അപ്പം അതൊരു ബീച്ച് സൈഡ് സ്ഥലമാണ് റിസോർട്ടിൽ. അപ്പം അങ്ങോട്ടേക്ക് പോകാം. ബീച്ചിനടുത്തുള്ള ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ടായിരിക്കും സൈഡിലത്തെ തിട്ടകളൊക്കെ നല്ല കോൺക്രീറ്റ് ഒക്കെ കെട്ടി നല്ലതായിട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും മഴക്കാലത്ത് നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് നല്ലതായിട്ട് കിട്ടും. Welcome to Alcantara. Alcantara, no. Alcantara, entering the municipality of Alcantara. ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ പെക്യുലറായിട്ട് കാണുന്ന മറ്റു ചില സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള സാധനമാണ്. അതായത് നമ്മുടെ സാധാരണ മോട്ടോർ സൈക്കിളിന്റെ ഒക്കെ എഞ്ചിൻ സൈസ് ഉണ്ട്, 150cc ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരത് മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ വീല് രണ്ടും വന്നിട്ട് സൈക്കിൾ ടയർ പോലെ വളരെ തിന്നായിരിക്കും. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു സ്ലീക്ക് ലുക്കാണ്. ഇപ്പൊ റോളിംഗ് റെസിസ്റ്റൻസ് ഒക്കെ കുറവായതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊക്കെ പോകാൻ പറ്റുമായിരിക്കും. ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്കിലും കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയ്ക്കിലൊക്കെ വളരെ ഫേമസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. പ്രോപ്പർ റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. ഓഫ് റോഡിലൊന്നും പറ്റില്ല. തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. പക്ഷെ നല്ല സ്പീഡിൽ പോകുമെന്ന് തോന്നുന്നു. വെയിറ്റ് റിഡക്ഷൻ ആയതുകൊണ്ട് 100 കിലോ കുറഞ്ഞ വെയിറ്റേ കാണുള്ളൂ. നമ്മൾ റിസോർട്ടിന്റെ വഴി എടുക്കാറായി. സോറി, കാറുകാരൻ അവിടെ നിന്ന് എന്നെ ശ്രദ്ധിച്ചു. ഇതായിരുന്നു കഴിഞ്ഞു. ആ ബോർഡോടെ ഉണ്ടായിരുന്നു നല്ലല്ലേ. ഈ ഗാർഡൻ വില്ലയാണ് നമ്മളുടെ റിസോർട്ട്. കഫേ ഗാർഡൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കുഴപ്പമില്ല. റിസപ്ഷൻ വെൽക്കം. അപ്പം നമ്മളങ്ങനെ ബുക്ക് ചെയ്ത സ്ഥലത്തെത്തി. റൂം റെഡിയാണോന്ന് ചോദിച്ചാൽ റൂം റെഡിയാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടാകും. ചെക്ക് ഇൻ ചെയ്തിട്ട് പതുക്കെ പുറത്തേക്ക് പോയാണ്. ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്നത്തെ റിസോർട്ടിലെത്തി. വില്ല ഓരോ വില്ലയായിട്ടൊക്കെയാണ്. സ്കൂട്ടറും അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പൂളിനടുത്ത് തന്നെ ഒരു ബാർ കൗണ്ടറും. ഇതാണ് റൂം ചെറുതാണ്, കുഴപ്പമില്ല. നീറ്റ്. ഒരു ദിവസത്തെ താമസം. 2 ദിവസം താമസം. ഓക്കെ, ക്ലീനാണ്. വാഷ്റൂമൊക്കെ നോർമലി നല്ലതായിരിക്കണം. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്, ബാറ്. കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റും ബാറും വൈൻ കളക്ഷനൊക്കെ ഉണ്ട്. നല്ല വൈൻ ലിസ്റ്റ്. 1000 പെസോയൊക്കെയാണ് ആവറേജ് വൈൻ. 2000, 1000, 1500 പ്രൈസ് ലിസ്റ്റ്. സാധനമെല്ലാം ഉണ്ട്. അപ്പോൾ ലഞ്ച് റെഡിയാണ്. നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു ഫ്രൈഡ് റൈസ്, സീ ഫുഡ് ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു നൂഡിൽസ്, പോർക്ക് നൂഡിൽസ്.
അങ്ങനെ രണ്ടും റെഡി ആയിട്ടുണ്ട്, ആഘോഷമായി കഴിച്ചേക്കാം. അപ്പോൾ അങ്ങനെ രുചികരമായ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ പതുക്കെ ആ റിസോർട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അടുത്ത് തന്നെയാണ് ഇവിടെ ബീച്ച്, പനക്സാമ ബീച്ച് എന്നാണ് ഇതിന്റെ പേര്. അവിടെയാണ് ഈ ടർട്ടിൽ വാച്ചും പിന്നെ സാർഡൈൻ വാച്ചും ഒക്കെ ഉള്ളത്. അപ്പൊ ഈ ആമകളും പിന്നെ സാർഡൈൻ എന്ന് പറയുമ്പോൾ മത്തി, ഒരു സ്നോർക്കലിംഗ് ആക്ടിവിറ്റി പോലെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും, ഗൈഡ് കാണുമായിരിക്കും. അപ്പൊ വൈകുന്നേരം ഉണ്ട് ആക്ടിവിറ്റി, 5:30 വരെ ഉണ്ടെന്നാണ് കേട്ടത്. പോയിട്ട് മത്തി ആമ വാച്ച് രസമുണ്ടല്ലോ, കഫയൊക്കെ ഉണ്ട്. സ്വിംസ്യൂട്ടൊക്കെ ഉണ്ടല്ലോ. ഇതേപോലെ സൈഡിലേക്കുള്ള വഴി കൂടെ പോകണം നല്ലതായിരിക്കും. ഇങ്ങോട്ട് തന്നെയാന്ന് തോന്നുന്നു, കാരണം കടലിലും അങ്ങോട്ടാണ് പോകണം. അങ്ങോട്ട് വല്ലതും ആണോ? അവിടെയെല്ലാം പാർക്കിംഗ് ഇല്ല. Just for parking though? Sorry? You want to park? Yeah. This is the sardines there. You want to... Where? We're going, it's okay. This is the sardines area. Yeah, so where can I park? Parking. You're okay? Okay. നമ്മൾ ബീച്ച് എടുക്കാറായപ്പോഴത്തേക്ക് പാർക്കിംഗ് വേണമെന്നൊക്കെ ചോദിച്ച് കൂടെ വന്ന ആള് തന്നെയാണ്. ആക്ച്വലി പുള്ളി ഒരു ഗൈഡാണ്. പുള്ളി ബിസിനസ് പിടിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ നിന്നാന്ന് തോന്നുന്നു. സ്നോർക്കലിംഗിന്റെ എക്യുപ്മെന്റ് ഒക്കെ റെന്റ് ഔട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. പുള്ളി തന്നെ അവിടുന്ന് തിങ്സ് എല്ലാം ഓർഗനൈസ് ചെയ്തു. 1000 പെസോ 2 പേർക്ക് കൂടെ 1000 പെസോ 1 മണിക്കൂർ ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. അപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് ബീച്ചിലേക്ക് വന്നു. സ്നോർക്കലിംഗിന്റെ എക്യുപ്മെന്റ്, ലൈഫ് ജാക്കറ്റ്, പിന്നെ ഒരു ട്യൂബ് ഇടും പുള്ളി വെള്ളത്തിലേക്ക്. അതിൽ ചെറിയൊരു കയറും കാണും. പുള്ളി നമ്മളെ ഗൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ ട്യൂബ് പിടിച്ച് കിടന്നാൽ മതി, അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കുമല്ലോ. നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി നമ്മളെ ട്യൂബ് പിടിച്ചു കഴിഞ്ഞാൽ പുള്ളി പതുക്കെ ട്യൂബ് വലിച്ചുകൊണ്ട് പോയിട്ട് ഈ മത്തിയും പിന്നെ ആമയൊക്കെ കൂടുതലുള്ള സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളി താഴോട്ട് പോകും. നമ്മുടെ ആക്ഷൻ ക്യാമറ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ കൊടുത്ത് പുള്ളി താഴെ നിന്നുള്ള ഷോട്ടൊക്കെ എടുത്തു വീഡിയോയില്. നമുക്ക് വെള്ളത്തിന്റെ ലെവലിൽ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മീനുകളും ഈ ആമയൊക്കെ നമ്മുടെ വളരെ തൊട്ടടുത്തോടെ തന്നെ വരും. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ വളരെ ഫ്രണ്ട്ലി മീനുകളും ആമയൊക്കെയാണ്. അതിനെ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൊടുന്നില്ല. എന്നാലും ഇങ്ങനെ നമ്മുടെ അടുത്തോടൊക്കെ വന്നിങ്ങനെ മീനൊക്കെ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് പോകുന്ന പോലെ തോന്നുന്നു. നല്ലൊരു അനുഭവമായിരുന്നു.
ഈ മോൾബോൾ ഐലൻഡിലേക്കുള്ള യാത്രയൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാൾ സാർഡൈനും പിന്നെ എന്താണ് നമ്മുടെ ടർട്ടിൽ വാച്ചും ഒക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറാതെ വെള്ളത്തിൽ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യുക. കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ ഇരിക്കട്ടെന്നും പറഞ്ഞ് പോയിരിക്കുക. ഞാനായിരുന്നു നേരത്തെ കയറിപ്പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സാർഡൈൻ ആൻഡ് ടർട്ടിൽസിനെ കാണാൻ വന്ന ബീച്ച്. നല്ല രസമായിരുന്നു. ഓൾമോസ്റ്റ് 1 മണിക്കൂറായിരുന്നു, 3/4 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കിടന്ന് വെയിലത്തിരുന്ന് സൺബാത്ത് എടുക്കുകയാണ്. ടാനായി പോകും നീ. സ്ലീവ്സോ? അപ്പോൾ ഗൈസ് ഞങ്ങളുടെ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞു. ഫാദർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറ? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് കണ്ടു. ശരിക്കും ഒരു മണിക്കൂറാണ് പുള്ളി പറഞ്ഞിരുന്നത്. 3/4 മണിക്കൂറായപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം മൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നി. കാരണം സെയിം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്താ പറയുക, മത്തി, സാർഡൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മത്തി. പക്ഷേ നമ്മുടെ നാട്ടിലെ മത്തി പോലെയല്ല ഇരിക്കുന്നത്. ഷേപ്പൊക്കെ സെയിമാണ്, പക്ഷേ അതിന് കുറച്ച് എന്താ പറയുക ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ടർട്ടിൽ നല്ല അടിപൊളിയായിരുന്നു. നല്ല ഒരു 3-4 ടർട്ടിലിനെ കണ്ടു. മെയിനായിട്ട് ഒരു സെയിം വലിപ്പമുള്ളൊരു സാധനമാണത്. നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള ആമയായിരുന്നു. അത് നമ്മുടെ അടുത്തൂടെയൊക്കെ വരും. പക്ഷെ പുള്ളി പറഞ്ഞായിരുന്നു അതിനെ തൊടാൻ പാടില്ല, അതുകൊണ്ട് അതിനെ തൊട്ടില്ല. നമ്മുടെ അടുത്തൂടെയൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് പോകുന്നുണ്ടായിരുന്നു. ഗൈഡ് വന്ന് കൂട്ടിക്കൊണ്ട് പോയ കാരണം നമ്മുടെ ആക്ഷൻ ക്യാമറ വെച്ച് പുള്ളി കുറേ ഇതൊക്കെ എടുത്തു, ഫോട്ടോ ആയിട്ട് അണ്ടർ വാട്ടറിലാകും. ഓക്കെ, ഇറ്റ് വാസ് ഫൺ. അപ്പോൾ അങ്ങനെ മത്തിയും ആമയും ഒക്കെ കണ്ട ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു ബാർ, അതിൻ്റെ അതൊക്കെ തന്നെ ഒരു ഷാക്ക് പോലെ, ഗോവൻ സ്റ്റൈൽ ഒരു ഷാക്ക് പോലെ. അവിടെ 4 to 6 1+1 ഓഫറുണ്ട്. അപ്പോൾ ഒരു മാലിബു വിത്ത് മാലിബു സൺസെറ്റ് എന്ന ഒരു കോക്ടെയിൽ മേടിച്ചു. 190 പെസോ ഇവിടുത്തെ. 190ക്ക് 2 എണ്ണം. അപ്പോൾ 95. കുഴപ്പമില്ല. നമ്മുടെ ഒരു 150-120 ഒരെണ്ണം. വൈകുന്നേരത്തെ പൂളിൻ്റെ മനോഹരമായ വ്യൂ ആണ്. നല്ലൊരു പൂളായിരുന്നു. വന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം കാലി അടിച്ച് കിടക്കുക. വൈകിട്ട് 10 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പതുക്കെ ഒന്ന് പൂളിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല. ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ കടലിൽ കിടന്ന കാരണം വൈകുന്നേരം വന്ന ഉടനെ പൂളിൽ ഇറങ്ങാൻ ഒരു മൂഡ് വന്നില്ല. അപ്പോൾ അതൊക്കെ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബീച്ച് റോഡിൽ തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പം നാളെ ഇവിടെ ഒരു ക്യാനീറിങ്ങിൻ്റെ പരിപാടിയുണ്ട്. അപ്പം ക്യാനിയനൊക്കെ കാണിക്കുന്നു, പിന്നെ അവിടെ നിന്ന് വെള്ളത്തിൽ ചാടുന്നു, അങ്ങനെ പരിപാടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ നോക്കാമെന്നുള്ള ഐഡിയയിലാണ്. അപ്പം അതിൻ്റെ ടൂറൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ബീച്ച് റോഡിലാണ് ഓഫീസുകൾ. അപ്പോൾ അവിടെ പോയി തിരക്കിയിട്ട് ഏതെങ്കിലും പറ്റിയാണോ ബുക്ക് ചെയ്തിട്ട് പോരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മോൾബോളിലെ വിശേഷങ്ങൾ. ഇവിടെ ഒരു കൊറിയൻ സൂപ്പർ മാർക്കറ്റ് പ്ലസ് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉള്ളൊരു സ്ഥലം. നല്ല ഓപ്ഷൻസൊക്കെ ഉണ്ട്. നല്ല വൈബാണ്. ഈവനിങ് ഇവിടെ ഈ സ്ട്രീറ്റ് മുഴുവൻ നല്ല ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ട് ആൾക്കാർ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. ഐസ്ക്രീം ടൈം ബാറ്. ഇതാണ് എച്ച് സ്മാർട്ട് മിനി 24 എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. നല്ല സ്ഥലമാണ്. അത്യാവശ്യം ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ലിക്കർ, വൈന്, ബിയർ, സ്മൂത്തി, കഫേ. സാധനം അൺലോഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഫുഡ് കോർട്ട് കണ്ടു. ഫിലിപ്പീനോ ഫുഡ് കോർട്ട്. ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട്. മെക്സിക്കൻ മുതൽ വിയറ്റ്നാം മുതൽ പിന്നെ ഇന്ത്യൻ വരെയുണ്ട്. അത് ഇന്ത്യനാണ്. മലക്സ മസാല. പിന്നെ അത് കൂടാതെ ഒരു ചെറിയ ലിക്കർ കൗണ്ടറൊക്കെ ഉണ്ട്. ബാർ കൗണ്ടർ പറഞ്ഞുണ്ട്. കുഴപ്പമില്ല. ബിയറൊക്കെ 100 രൂപയുള്ളൂ. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലൊരു വൈബുള്ളൊരു ഈവനിങ് ആണ് ഇവിടെ. കൂടുതലും ഫോറിനേഴ്സ് അവിടെ. ലോക്കൽസിനെക്കാട്ടി കൂടുതലും യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെയാണ് വരുന്നത്. ലോക്കൽ ക്രൗഡൊക്കെ. അപ്പോൾ ടാക്കോ കഴിഞ്ഞ് ഇപ്പോൾ അടുത്തത് കൊറിയൻ പോട്ടെ, വിയറ്റ്നാമീസ് ഫോ വന്നു. ബീഫ് ഫോയാണ്. സൂപ്പ്, ഈ നൂഡിൽസ് പോലെ അതിനകത്ത് ബീഫ് ഉണ്ടാവും. ഇതൊരു വിയറ്റ്നാമിൻ്റെ ഒരു നാഷണൽ ഡിഷാണ്. പണ്ട് നമ്മൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. യെസ്.
അപ്പോൾ ഇതൊക്കെയാണ് മോൾബോളിലേക്ക് വന്ന ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ. നാളെ ഒരു ദിവസം കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട്. നാളെ പറഞ്ഞ പോലെ ക്യാനറിംഗ് ആക്ടിവിറ്റിക്ക് പോകണം. ഇന്ന് വൈകുന്നേരം തന്നെ അതിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ നമ്മുടെ ഹോട്ടലിൽ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യും. അത് ഹോട്ടലിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയാണ് ക്യാനറിംഗിന്റെ ആക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ നാളത്തെ ക്യാനറിംഗിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.